അപ്പോൾ നമ്മൾ വെർച്വൽ ക്യൂ തീരുമാനിച്ചത് 70,000 താൽക്കാലികമായ ബുക്കിങ്ങിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നതും ഇപ്പം നമുക്ക് നടപ്പാക്കിക്കൊണ്ട് ഒരു ഭക്തനും തിരിച്ചു പോകാതെ മുഴുവൻ പേർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടുവന്നു. അത് ഫലപ്രദമായി എന്നുള്ളതാണ് സൂചിപ്പിക്കുക. മറ്റൊരു കാര്യം, ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനമാണ് അപ്പവും അരവണയും. മുമ്പ് കാലങ്ങളിൽ അരവണ കിട്ടിയില്ല എന്നുള്ള പരാതിയൊക്കെ പലപ്പോഴും വന്നിരുന്നു. ഇപ്പോൾ അതിന് ബഫർ സ്റ്റോക്ക് 40 ലക്ഷം ടിന്നായിരിക്കും. അപ്പോൾ 40 ലക്ഷം ടിന്ന് ബഫർ സ്റ്റോക്കാണ്. അപ്പോൾ ആ കാര്യത്തിലും ഒരു കുറവും ഉണ്ടാവില്ല എന്ന സാഹചര്യം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും പൂർണ്ണമായി ദർശനം ഉറപ്പാക്കുന്നു, അവർക്ക് അരവണ ഉറപ്പാക്കുന്നു, അപ്പോൾ ഉറപ്പാക്കുന്നു, അവർക്ക് സംതൃപ്തിയോടുകൂടി ദർശനം കഴിഞ്ഞ് പോകാനുള്ള സൗകര്യം ഉറപ്പാക്കുന്നു. ഇതിന് പുറമേ ഇവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസ് അങ്ങേയറ്റം വലിമസമായി കിടന്നിരുന്ന അവസ്ഥയായിരുന്നു പണ്ട്. അതുപോലെ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് സംസ്ഥാന ഗവൺമെൻറ് 1,10,00,000 രൂപ മുടക്കി പമ്പയിലെ ഗസ്റ്റ് ഹൗസ് വളരെ മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു. സന്നിധാനത്തിലെ ഗസ്റ്റ് ഹൗസ് പല രൂപത്തിൽ ജീർണിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ അത് വളരെ മനോഹരമാക്കി 54 മുറികളുള്ള ഗസ്റ്റ് ഹൗസ് ഇന്നലെ ഓപ്പൺ ചെയ്യുകയുണ്ടായി. അപ്പം ഏതെല്ലാം പ്രദേശങ്ങളിൽ മുമ്പ് ഇവിടെ വലിമസമായി കിടന്നിരുന്നോ ആ പ്രദേശമെല്ലാം നല്ല രൂപത്തിൽ നമുക്ക് നന്നാക്കിയെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തിച്ച് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അയ്യപ്പന്മാരും അവിടെ ഇവിടുത്തെ ശുചിത്വം കണ്ട് നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. അത് മാധ്യമപ്രവർത്തകർ ഞങ്ങളോട് ഒറ്റയ്ക്കും പെട്ടയ്ക്കും വന്ന് പറഞ്ഞു. ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ ഇന്ന് രാവിലെ ഒരു മാധ്യമ സംഘത്തിൻ്റെ ഡെലിഗേഷൻ തന്നെ ഞങ്ങളുടെ എനിക്ക് വന്നിട്ട് പറഞ്ഞു, വളരെ ഗംഭീരമായിരിക്കും. ഞങ്ങൾ നോക്കിയപ്പോൾ വിപുലമായ ശുചിത്വ ബോധം ഇവിടെ വന്നിരിക്കുന്നു, ആ ശുചീകരണ പ്രവർത്തനങ്ങൾ നന്നായി, വിപുലമായ സാധ്യതകളും സൗകര്യങ്ങളും ഉറപ്പാക്കിയിരിക്കുന്നു ഒക്കെയുള്ളൊരു അഭിപ്രായം പൊതുവിൽ മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചോളം സംതൃപ്തി ഉളവാക്കുന്ന വാചകങ്ങളായിരുന്നു. കാരണം കാലകുട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്, ദേവസ്വം ബോർഡ്, അതോടൊപ്പം ഇവിടുത്തെ MLA മാർ, ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികൾ, ഇവരെല്ലാം ഒരു ടീമായി തന്നെ. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാം ഉള്ളതുപോലെ 2 MLA മാർ, നമ്മുടെ റാന്നി MLA-യും കോന്നി MLA-യും, അവർ നേരത്തെ തന്നെ എല്ലാ കാര്യത്തിലും സഹകരിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇതുവരെ അവർ പോകാതെ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഉന്നതരായ ഉദ്യോഗസ്ഥ പ്രമുഖർ, ഇപ്പം നമ്മുടെ അരുൺ ഇതിൻ്റെ മൊത്തമുള്ള കോർഡിനേറ്ററാണ്, ASC-കാരനാണ്. അതുപോലെ ADGP പോലീസിൻ്റെ മേധാവി, അദ്ദേഹമാണ് ഇതിൻ്റെ ജില്ലാ പോലീസിൻ്റെ മേധാവിത്വം വഹിക്കുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉദ്യോഗസ്ഥ പ്രമുഖർ, ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശബരിമല തീർത്ഥാടനം ഭംഗിയായി, ഫലപ്രദമായി, വിജയകരമായി തീർത്ഥാടകർക്ക് പൂർണ്ണ സംതൃപ്തി ഉളവാക്കുന്ന തരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ നാം വിജയം കൈവരിച്ചു എന്നതാണ് ഇന്നലത്തെ അനുഭവം. ഇന്ന് രാവിലെ ഞങ്ങൾ നടത്തിയ റിവ്യൂ മീറ്റിങ്ങിലും അത് പ്രകടമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ നിലപാടിലും ഈ നിലവാരത്തിലും നിന്നുകൊണ്ട് തീർത്ഥാടനം പൂർണ്ണമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ കൈക്കൊണ്ടത്. ആ രൂപത്തിൽ ഭാവിയിൽ നിങ്ങളുടെ സഹകരണം നല്ല രൂപത്തിൽ ഇതുവരെ ഉണ്ടായി, തുടർന്നും ഉണ്ടാകണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇതാണ് പൊതുവിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്നത്തെ അല്ലെ അനുഭവങ്ങൾ, ഇന്ന് തുടർന്ന് മുന്നോട്ടെടുക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ വെർച്വൽക്ക് നമുക്ക് എണ്ണം കൂടി പറയാം. കാരണം എത്രയോ ഭക്തർക്ക് ഈ വെർച്വൽക്ക് അവസരം കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ്, ഇന്നലെ 2000 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വന്നത്. വെർച്വൽക്ക് ഇവരെ നിന്ന് ബുക്ക് ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല. അത് ഡിസംബർ മാസം വലിയ തിരക്കിലേക്ക് ഇട നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതൊന്നും പറ്റില്ല. കാരണം വെർച്വൽ ക്യൂവിൽ എല്ലാവരും ബുക്ക് ചെയ്യുന്ന പറഞ്ഞു സന്നിധാനത്ത് കല്യാണപ്പുറത്തിൽ ആയില്ല. ഇന്നലെ 30,000 പേരാണ് ബുക്ക് ചെയ്തിരുന്നത്. 26,942 പേർ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് പേർ വരാതിരുന്നില്ല, 3000-ൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ നമുക്ക് 3000-ന് മുകളിൽ VIP-യും അല്ലാതെയും വന്ന സ്പോട്ട് ബുക്കിംഗ് വന്നു. അപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ട് 30,000-ന് ഏതാണ്ട് ക്രമീകരിച്ചു. 30,657 പേര് വന്നു. അപ്പോൾ വെർച്വൽ ക്യൂവിൽ നമ്മൾ പറഞ്ഞ ആ രൂപത്തിലേക്ക് എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഇനി നാളുകളിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ളവർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ വരുന്ന ഒരാളും തിരിച്ചു പോകാതെ ആ സന്ദർഭം ഇവിടെ ഒരുക്കി കഴിഞ്ഞു.
എണ്ണം കൂട്ടുന്നത് നമുക്ക് 1-2 ദിവസം കൂടി വരവ് കണ്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ പെട്ടെന്ന് കയറി ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് വരുന്ന ആളുകൾ തിരിച്ചു പോകാൻ ഇടവരുതല്ലോ. നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാം. എല്ലാ കാര്യങ്ങളും ശാന്തമായും ഭംഗിയായും ഫലപ്രദമായും പരിഹരിച്ചു പോകുന്ന രൂപത്തിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 30,000 നില ആലോചിച്ചു, 30,657 പേര് വന്നു. കൃത്യമാണ് കണക്ക്. അപ്പോൾ വന്ന ആളുകളെ ആരെയും പുറകോട്ട് വിട്ടില്ല. ഇന്നത്തെ കണക്കും പരിശോധിക്കും, നാളത്തെ അങ്ങനെ ഓരോ ദിവസവും പരിശോധിച്ചിട്ട് പോരായ്മ വരുന്നത് പരിഹരിച്ചു പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാകും. സംശയം.